We did influencer marketing at the initial phase. Influencers use our time influencer marketing was very affordable. And I thought, why not we do this on my own brand in a രീതിയില. It's a part, organic marketing is a part, paid marketing is a part, influencer marketing is a part, and word of mouth, customers word of mouth is a part. പുതിയൊരു എപ്പിസോഡ്, പുതിയൊരു സ്റ്റോർ. അഡോർ ബൈ പ്രിയങ്ക, വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ജ്വല്ലറി ബ്രാൻഡ്സ്, അതായത് ഓൺലൈൻ ജ്വല്ലറി ബ്രാൻഡ്സ് ഫ്രം കേരള. ഈ അഡോർ ബൈ പ്രിയങ്കൻ്റെ പ്രിയങ്കനെ നിങ്ങൾ ആരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. സോ വി ആർ ബ്രിങ്ങിങ് ഹർ ഔട്ട്. വെൽക്കം ടു ദ ഷോ പ്രിയങ്ക ആൻഡ് സുധീർ. Thank you. ഓക്കെ, ടെൽ us about your brand. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഹാരിസ്&Co ആണ്. ഹാരിസ്&Co ഒരു ഫുൾ സ്റ്റാക്ക് ഇ കൊമേഴ്സ് ഏജൻസിയാണ്. നിങ്ങളുടെ വെബ്സൈറ്റ് സെറ്റ് ചെയ്യുന്നിട്ട് അത് മാർക്കറ്റ് ചെയ്ത് സെയിൽസ് കൊണ്ടുവരുന്നത് വരെ അവർ വർക്കൗട്ട് ചെയ്യും. സോ അവരെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഓവർ ടു ദ എപ്പിസോഡ്. സോ നമ്മളൊരു ഫാഷൻ ജ്വല്ലറി ബ്രാൻഡാണ്. ബ്രാസ് മെറ്റലിൽ നാച്ചുറൽ സ്റ്റോൺസ് കൂടുതലും കൊണ്ടുവന്ന് എക്കണോമിക് പോയിന്റിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നൊരു ബ്രാൻഡാണ്. ഓക്കെ, ഒരു 5 years ഓൾഡ് ബ്രാൻഡാണ്. നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് റീച്ചുണ്ട്. നമ്മുടെ മാനുഫാക്ചറിങ് ഒക്കെ ജയ്പൂരാണ്, പക്ഷെ നമ്മൾ കേരളത്തിലാണ് ബേസ്ഡ് ഇപ്പോൾ. ഓക്കെ, എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ആസ് ഇൻ 2019 സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എൻ്റെ ഹസ്ബൻഡാണ് മെയിൻ റീസൺ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അഡോർ ബൈ പ്രിയങ്കന്റെ പിന്നിലുള്ള കൈകൾ. ഹീസ് ദ വൺ. ഓക്കെ, വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു ആ സമയത്ത്. ഞാൻ വർക്കിൽ നിന്നൊക്കെ ഒരു ഗ്യാപ്പ് എടുത്ത്, അപ്പം ഞാനൊരു ഫ്ലോയിൽ ഒരു വെക്കേഷൻ മോഡിൽ ഇങ്ങനെ പോകാൻ. ഹീസ് ലൈക്ക്, നിനക്ക് എന്തെങ്കിലും തുടങ്ങിക്കൂടെ എന്നിങ്ങനെ. ഹി വാസ് ദ വൺ ഹു വാസ് പുഷിങ് മീ എപ്പോഴും. ഞാൻ ഓക്കെ, ഈ വീക്ക് നെക്സ്റ്റ് വീക്ക് ഇങ്ങനെ പോയി. പിന്നെ എനിക്കൊരു പ്രൊഡക്റ്റും കിട്ടുന്നില്ലായിരുന്നു എന്താ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോഴാണ് ഞാനപ്പം ഒരു സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ വെച്ചിട്ട്. അപ്പം ഞാൻ അവിടെ ഒരു ഇയറിങ്സ് ഇങ്ങനെ കുറേ ഇരിക്കുന്ന കണ്ടു. അപ്പം ഞാൻ അവിടെ എനിക്കൊരു വൺ ഓഫ് ദി ഇയറിങ് ഇങ്ങനെ സ്ട്രൈക്കായി. ഞാൻ ലുല്ലുവിൽ 550 rupees കണ്ടൊരു ഇയറിങ്, അവിടെ ഹി വാസ് സെല്ലിങ് ഫോർ 160 rupees. ആ പർട്ടിക്കുലർ ഇയറിങ് ആ ലുലുവിലെ ഷോപ്പിൽ നല്ല ക്രൗഡുള്ള ഒരു ഷോപ്പാണ്. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലായത്. ഈ 560, 580 അല്ലെങ്കിൽ ആ ഒരു ഹയർ പ്രൈസിന് സെല്ലാവുന്ന ഒരു പ്രൊഡക്റ്റ് ഇവർക്ക് 160 ഒരു എക്സിബിഷൻ കോസ്റ്റ് കൊടുത്ത് ആ പ്രൈസിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ വൈ ഡോണ്ട് വി? അങ്ങനെയാണ് വി കെയിം ടു ജ്വല്ലറി. ഓക്കെ, എന്നിട്ട് ആ ഒരു ഫസ്റ്റ് എങ്ങനെയാണ് ആ ഒരു ഫസ്റ്റ് മൂവ് എടുത്തത്? Right. So what happened exactly is, after marriage, I was completely into IT. ഞാൻ IT-ലായിരുന്നു. അപ്പോൾ അവളുടെ അടുത്ത് I told her, do something. Initially she was worried about what will happen to the capital amount that we invest. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിക്കും ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല, but I told her Capital amount was 10,000. I told her I'll give you 50K. Okay. Even if you lose it, you don't have to worry. Okay. ഇന്നുവരെ ഞാൻ പൈസ കൊടുത്തിട്ടില്ല കേട്ടോ. But that was the first thing, and then she came up with this jewelry stuff, natural stone jewelry നമുക്ക് ചെയ്താലോ എന്നുള്ളത്. Then we explored people, vendors ഒന്ന് സെർച്ച് ചെയ്തു. We got our first batch. It was a flop actually. ഞങ്ങൾ മേടിച്ച almost 50-60% of that consignment is still there with us after all these years, right? But the remaining we evolved gradually. അപ്പോൾ she started doing good marketing. She's very good in marketing. Okay, marketing എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? She did influencer marketing at the initial phase. Influencers use our time influencer marketing was very affordable, right? 2018, 2020s. So she did that with good influencers. എല്ലാവരും റീച്ച് ചെയ്ത് പേഴ്സണലി സംസാരിച്ചു. ഷീ ബോട്ട് ഇൻ ഫ്രം അനുഷ സുനോജ് ആൻഡ് അഹാന കൃഷ്ണ. ദെൻ അവർ പതുക്കെ ഒരു കേരള ബേസ്ഡ് ബ്രാൻഡായിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ബൈ 2020, while she was pregnant, and I was actually leading an e-commerce for COVID-19 testing. I was working on an IT company where I was leading a team where we do e-commerce testing. Customers can come to our website, place a request for RT-PCR testing, or a team വീട്ടിൽ പോയിട്ട് it's for out of country, it's for a different region altogether. Then I thought, അതായത് e-commerce for COVID testing. Exactly. അപ്പം നിങ്ങൾ ആളെ വിടും അവരെ വീട്ടിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി.
It happened on Europe, not India based. That was the project which I was leading. Okay, service company ആണ്. It's a product company where we have our own products. നമ്മുടെ website we launched it. Anyone, it's a B2B where companies or customers can come place an order online for RT-PCR testing. We'll send a team to their respective houses to get that. അടിപൊളി. അപ്പോൾ അതൊന്ന് സെറ്റപ്പ് ചെയ്യുമ്പോൾ I came to know about this Shopify. പിന്നെ I thought why not we do this on my own brand എന്ന രീതിയിലാണ് I took Adore online. അപ്പോൾ it was purely an Instagram page earlier. Instagram page. അപ്പോൾ അവള് ഓർഡേഴ്സ് എടുക്കും, ഞാൻ വീട്ടിൽ വന്നിട്ട് I'll pack it. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് I'll go deliver it and go to office. അതായിരുന്നു സർക്കിൾ ഫോർ ദ He was the packer. I was the chat. നോർമലി അങ്ങനെ തന്നെയാണ് ഭർത്താക്കന്മാരെ പിന്നെ എന്തിനാണ്. So that happened for around 6-8 months. Then after COVID is where we started off this e-commerce brand. അപ്പോൾ ഇന്ത്യയിൽ ഫസ്റ്റ് brass jewelry ഓൺലൈനിൽ കൊണ്ടുവന്നത് it's us, right? That's the brass was there everywhere. Initially he said ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത്ര റീച്ച് ഇല്ലായിരുന്നു, ബിക്കോസ് ബ്രാസ് ജ്വല്ലറി ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ, പക്ഷെ നാച്ചുറൽ സ്റ്റോൺ ജ്വല്ലറി ഇല്ലായിരുന്നു. ആ ഒരു കോമ്പിനേഷൻ ഇല്ലായിരുന്നു. നാച്ചുറൽ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ അത് ഇടുമ്പോൾ തന്നെ ആൾക്കാർ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും, കുറച്ച് യുണീക്ക് ആണ് ആ ജ്വല്ലറി, ബിക്കോസ് അതിന്റെ ആ ഒരു റഫ്നെസ്സും ആ ഒരു ഐഡന്റിറ്റി ഈസ് വെരി ഡിഫറെന്റ്. നമ്മൾ നോർമലായിട്ട് കാണുന്ന ഗ്ലാസ് സ്റ്റോൺസ് അല്ല അത്. അതിന്റെ ഒരു ഷൈനും അതിന്റെ ഒരു ടെക്സ്ചറൊക്കെ ഭയങ്കര ഡിഫറെന്റാണ്. അത് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നത്. പുറത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ത്യയിലില്ലായിരുന്നു. അത് കൊണ്ടുവന്നപ്പോഴായിരുന്നു എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും സെലിബ്രിറ്റീസ് ആണെങ്കിലും നമുക്ക് എൻക്വയറീസും വന്നിട്ടുണ്ട്, അവർ നമ്മളെ ഹെൽപ്പും ചെയ്തിട്ടുണ്ട് പ്രൊമോട്ട് ചെയ്യാൻ. അത് പെട്ടെന്ന് നിങ്ങൾക്ക് റോപ്പിൻ ചെയ്യാനും പറ്റും. അതെ അതെ, it was very unique. And we were leading on all terms. Say for example web application, initially ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ട്, so people were interested coming down. Then after a year and so we bought in a mobile app. അപ്പോഴൊക്കെ ജ്വല്ലറിന്ന് ഒരു സ്റ്റാർട്ടപ്പ് ബ്രാൻഡ് മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി. നിങ്ങളെ മൊബൈൽ ആപ്പിന്റെ ഡൗൺലോഡ്സ് കണ്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു കഴിഞ്ഞു. He was the one behind everything. അതിന്റെ ഇതിലാണ് he is lost half of that. അത് കുഴപ്പമില്ല. പിന്നെ എലോൺ മസ്കിന് പണ്ട് ഹെയർ he took a lot of stress initially tech side. അപ്പോൾ ആക്ച്വലി ഇതിൽ ഒരു ടെക് ഹെൽപ്പും ഞാൻ എടുത്തിട്ടില്ല. ദ എൻറ്റയർ ടിൽ ഡേറ്റ് ദ എൻറ്റയർ വെബ്സൈറ്റ് ആൻഡ് ദ എൻറ്റയർ മൊബൈൽ ആപ്പ് ഇസ് കംപ്ലീറ്റ്ലി ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് by myself. അപ്പോൾ I have a good control and visibility on what and what not to. So it's been 4 years since then. അപ്പോൾ the major decision that we had to take is എൻ്റെ ജോബ് ഒന്ന് എപ്പോ ഒഴിവാക്കും. So നല്ല ഒരു റോളിലായിരുന്നു. Everyone again, my family were against it because frankly speaking ഒരു 2.5 lakhs ഇന്ത്യയിൽ on the age of 28 I was withdrawing on a month. It's a good amount to say no. Decision ആ, പ്രത്യേകിച്ച് ഫാമിലിനെ കൺവിൻസ് ചെയ്യിക്കാറുണ്ട്. So my mother and everyone was actually against it. അപ്പോൾ ഓക്കെ പറഞ്ഞ ഇവൾ മാത്രമേ ഉള്ളൂ, വാ നമുക്ക് നോക്കാം. Because I was again facing, ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അമ്മ ഇസ് ലൈക്ക് MBA പഠിച്ചിട്ട് ജ്വല്ലറി, നിന്റെ കസിൻസ് ഒക്കെ നോക്കും ലാപ്ടോപ്പ് ആയിട്ട് ഓഫീസിൽ പോകുന്നു, നീ ഇവിടെ ജ്വല്ലറി വിൽക്കും. എല്ലാവർക്കും ടിൽ വി വേർ ബിഗ് അവർക്കൊരു ഇത് കമ്മലും മാലയോ ആണോ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന that talk was there everywhere around my circle. സ്വർണ്ണം അല്ലല്ലോ അത്. Yeah, exactly. So considering the role that I've been doing, ഫാമിലിയിലും പറഞ്ഞത് if you are on a okay role, അത് വിട്ടിട്ട് if you want to start, it's at least understandable. But ഇത്രയ്ക്ക് നല്ല ഒരു ഒരു ലെവൽ എത്തി കഴിഞ്ഞിട്ട് do you want to go back to zero and start off? But I was somewhere very confident. The way we were working together worked really well. അവൾ ഇത്രയ്ക്ക് പിള്ളേർ പ്രഗ്നൻസി ടൈമിലും ഷീ ഡിഡ് എ ലോട്ട് ഓഫ് കോൺട്രിബ്യൂഷൻ. ദോ ടെക് സൈഡും കാര്യങ്ങളും ഞാൻ നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിലും ദ എൻറ്റയർ എസെൻസ് ഇസ് അബൌട്ട് ദ ഡിസൈൻസ് ആൻഡ് മാർക്കറ്റിംഗ് വിച്ച് ഷീ ഡിഡ് ഫിനോമിനലി വെൽ. സോ അവളുടെ ആ സ്കിൽസ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു വാഷ്. യു ആർ ഒബ്സസ്ഡ് വിത്ത് ഡിസൈൻ, jewellery design and designs and marketing. So ipo how we have designed everything is it's a foolproof system. I'd say ഒരു ഡിസൈൻ ആൻഡ് മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവിൽ I've given everything to her, right? And the end-to-end operations is something I handle, and adil we have concerned good set of team. So that is the main essence of D2C brand, right? So adil oru nalla oru team build edu. We are a team of 27 now. And ഞാൻ കണ്ട നിങ്ങളെ സെറ്റപ്പ് കണ്ടാൽ തന്നെ വേറെ ലെവൽ സെറ്റപ്പ് ആ പാക്കിംഗ് സെറ്റപ്പ്. That came in from my experience on IT backgrounds. So I've traveled to Europe.
അപ്പോൾ അവിടെ എന്താണ് അവർ ഇ കോമേഴ്സിൽ പ്രോസസ്സ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത്, ഇൻഫ്ര എങ്ങനെയാണ്, ഷെൽഫ്സ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ as on when an order comes, what is the list of things that they do. So നമുക്ക് എല്ലാത്തിനും ഒരു ETA ഉണ്ട്, right? Right from we have our own production units now, right? Based out of Rajasthan and Mumbai. So around 60-70% of our products are manufactured by ourselves. നമുക്കത് അപ്പോൾ നിങ്ങൾ നേരത്തെ പിന്നെ ഓർഡർ കൊടുത്ത് അതിനൊരു ടൈം ലൈൻ ഉണ്ടാവും. സോ അതിനെല്ലാം we have an ETA now properly. അതുപോലെ തന്നെ when an order comes in, we have an ETA by when it has to go out of our warehouse, right? And even after going out of warehouse, as customer കയ്യിൽ എത്തുന്നവരെ we keep a tight track of what and when it reaches out. So if it's delayed, we ensure that customers are informed in prior why the delay, courier partner endana challenge ennulla reethiyil, the complete foolproof system. So that way we are able to focus on growth, right? So the operations and stuff is taken care by itself. Adana the essence of the entire business. That's the reason why you see an infrastructure that way. Because അതിലൊരു അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു D2C ബ്രാൻഡിനും കേരളത്തിൽ നിന്ന് ഞാൻ അധികം കണ്ടിട്ടില്ല. True. The main investment that we have done is in terms of infra, right? To make the lives of our employees and also customers very easy. That's the entire essence of it. Right. അപ്പോൾ അത് തുടങ്ങി. പിന്നെ എന്നാണ് സുധീർ റിസൈൻ ചെയ്യുന്നത് ജോബ്? Okay, ഞാനൊരു 2 years I was parallelly running off, right? Because when I was working for an IT company, നമുക്ക് സ്വന്തമായിട്ട് I cannot run another company, right? So വൈഫും അമ്മയും ആയിരുന്നു initial partners. So I was overlooking and all that. It was luckily work from home. So എനിക്കൊന്നും ബാലൻസ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. I hired few people and we balanced it off. But at a point എനിക്ക് മനസ്സിലായി, right? If I need to grow this, I'll have to shell off something. Right, then I took that bold decision. അതൊരു ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. To take that decision was very hard for at least for me it was very hard. അല്ല എത്ര പേരുണ്ടായിരുന്നു അപ്പോൾ കമ്പനിയിൽ? എത്ര പേരുണ്ടായിരുന്നു സുധീർ വാസ് കമ്മിങ് ഇൻ? ഇല്ല, ഞാൻ ഇനീഷ്യലി ഞാൻ അവള് മാത്രമായിരുന്നു. പിന്നെ one of our cousin joined. Okay. പിന്നെ ഒരു ഞങ്ങളുടെ കസിൻ ഒരാൾ ഹയർ ചെയ്ത് when I was working in IT, പുള്ളിയായിരുന്നു ഇതെല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. I gave him instructions on what to do. And വിശാഖനാണ് പുള്ളിയുടെ പേര്. So he contributed well at the initial phase for us to grow. പിന്നെ at a point ഞാനൊരു 2 സ്റ്റാഫ്സ് ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി I have to ഫുൾ ടൈം ഇറങ്ങിയാലേ കാര്യം നടക്കൂ. Because കസ്റ്റമർ സപ്പോർട്ട് ഒക്കെ ഞാനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. My work from company was from 12 PM to 9 PM. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചാറ്റ്സ് ഹാൻഡിൽ ചെയ്യും, അതിന് ഇയർലി ആയിട്ടും ചാറ്റ്സ് ഹാൻഡിൽ ചെയ്യും. ബട്ട് ഇറ്റ് വാസ് ബിക്കമിങ് വെരി ഹാർഡ് ഫോർ മീ ബിയോണ്ട് പോയിന്റ്. പ്രത്യേകിച്ച് എന്റെ ഡെലിവറി ടൈമിലൊക്കെ ഹി വാസ് ഓൺലി പേഴ്സൺ. പാക്കിംഗ് ചെയ്യണം, പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യണം, കസ്റ്റമർ സപ്പോർട്ട് ചെയ്യണം. ആൻഡ് അഗൈൻ then I thought, okay, this is what it is. അതിലൊരു റിസ്ക് എടുക്കാന്നുള്ളത്. But it has paid out well. Correct. Business was always there on our thought from the very beginning. എനിക്കൊന്ന് കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഐ സ്റ്റാർട്ടഡ് എ യൂസ്ഡ് കാർ ബിസിനസ്. അപ്പോൾ തന്നെ ഐ വാസ് ഡൂയിങ് ഗുഡ്. ബട്ട് ഫാമിലി പ്രഷർ കാരണം ഒരു മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റിന് he was earning quite well ആ സമയത്ത്. Correct. 2.5 lakhs is not small money at the age of 28 is correct. അപ്പോൾ then I thought, okay, നമുക്ക് ഒന്ന് we can try it. If at all it fails, I always have an option to go back. Because ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള കമ്പനിയിലും മാനേജേഴ്സും I still have maintained a good rapport and they know me well. Correct. Right? So that way she was also very comfortable. ഇത് സപ്പോസ് ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ you will always നിനക്കൊന്ന് ഉറപ്പായിട്ട് ഒരു ഓപ്പണിംഗ് എവിടെയെങ്കിലും ഒന്ന് കിട്ടിക്കൊള്ളു. അല്ല സുധീർ ഇപ്പോൾ ഡെവലപ്പർ അല്ലായിരുന്നോ? I was a business analyst, product manager ആയിരുന്നു. I was actually product manager. എനിക്ക് കോഡിങ്ങിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. ഐ എം ബേസിക്കലി ഫ്രം എൻ IT ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ മൈ എക്സ്പീരിയൻസ് വാസ് ലിറ്റിൽ ഇൻട്രസ്റ്റിംഗ്. എന്താണെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു 2012. കോവിൽപ്പെട്ടി, തമിഴ്നാട്ടിലായിരുന്നു. ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ തമിഴ്നാട്. അപ്പോൾ കഴിഞ്ഞിട്ട് എനിക്ക് ആക്ച്വലി 13 ഇന്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു ഡെവലപ്പറായിട്ട്. 13 കമ്പനീസിൽ, ലോട്ട് ഓഫ് കമ്പനീസ് ഇൻ കൊച്ചി. ഈ ഇൻഫോ പാർക്കിൽ തന്നെ ഞാൻ ഒരു 4 കമ്പനീസിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഫോർ ജോബ്. എവിടെയും കിട്ടിയില്ല. ബട്ട് ദേ വർ വെരി ഓപ്പൺ. യു ഹാവ് ടു വർക്ക് എ ലോട്ട് ഓൺ യുവർ കോഡിംഗ് പെർസ്പെക്റ്റീവ്. പിന്നെ ഞാൻ എപ്പോഴും ലൈഫിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എടുക്കുന്ന ആളാണ്. അങ്ങനെ ഓപ്പർച്യൂണിറ്റി വേണ്ടി വെയിറ്റ് ചെയ്യില്ല. വാട്ട് എവർ കംസ് ഫസ്റ്റ് ഐ പിക്ക് ഇറ്റ് അപ്പ്. ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്. അപ്പോൾ ഇനിഷ്യലി ഞാൻ ഒരു ട്രെയിനറായിട്ട്, എനിക്ക് IT കിട്ടാത്തത് കൊണ്ട് ഐ ജോയിൻഡ് ഇൻ എസ് എ ട്രെയിനർ. സ്കൂൾ കിഡ്സ് ആൻഡ് കോളേജ് കിഡ്സിന് ട്രെയിനർ, കോർപ്പറേറ്റ് കമ്പനീസും ട്രെയിനറായിട്ട്. ദർ കുറച്ച് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലായി പിക്ഡ് അപ്പ്.
റൈറ്റ് സ്റ്റേജിൽ ഒന്ന് സംസാരിക്കുന്നതും വിത്ത് thousands of people interacting on stage, that confidence I got through. So I worked there for almost a year. പിന്നെ അത് കഴിഞ്ഞിട്ട് വിത്ത് ദ റെഫറൻസ് ഓഫ് വൺ ഓഫ് ദ പാർട്ടിസിപ്പൻസ് ഓർ വൺ ഓഫ് മൈ കോ-വർക്കർ ഐ ഗോട്ട് എൻ ഓഫർ അറ്റ് എൻ IT കമ്പനി. IT കോൾ സെന്റേഴ്സ് അല്ലേ, അതിൽ ഐ ജോയിൻഡ് ആസ് എ ക്വാളിറ്റി അനലിസ്റ്റ്. അവിടെ ഒരു 2 years വർക്ക് ചെയ്തു. ഐ ഡിഡ് എ കോഴ്സ് ഓൺ ടെസ്റ്റിംഗ്, ദെൻ ഐ മൂവ്ഡ് ഇൻ ടു IT, ദെൻ ഗ്രാജുവലി ഐ മൂവ്ഡ് ഇൻ ടു ബിസിനസ് അനാലിസിസ് ആസ് എ പ്രോഡക്റ്റ് മാനേജർ. ദിസ് ഓൾ ഹെൽപ്പ് ചെയ്യുന്നത് എക്സാക്ട്ലി അഡോർ ബൈ പ്രിയങ്കയിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ. ബിക്കോസ് ഞാൻ ഇപ്പോൾ ഒരു കോളേജിൽ ഒരു ക്യാമ്പസിൽ പോയിരുന്നെങ്കിൽ പോലും ഇത്ര എക്സ്പോഷർ എനിക്ക് ഒരിക്കലും കിട്ടി കാണത്തില്ല. സോ ദാറ്റ് ഹെൽപ്പ് മീ ടു build my own business, different backgrounds ഞാൻ ഉണ്ടായിരുന്നു. That was all within 8 years span. It's a very quantifiable amount. Correct. But അതിൽ ഒരു എക്സ്പോഷർ നല്ല രീതിയിലായിരുന്നു. So when she started Adore and she was doing really well in marketing, ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, why don't we start off our own company? ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഇൻകം ബേസ്ഡ് മോഡൽ ഒഴിവാക്കിയിട്ട് ലെറ്റ്സ് മൂവ് ദിസ് ആസ് എ കമ്പനി, ലെറ്റ്സ് മൂവ് ദിസ് ആസ് എൻ ഇ-കോമേഴ്സ് ബ്രാൻഡ് എന്ന രീതിയിലാണ് ഞങ്ങൾ. So we filtered down on the brand name and we launched a mobile app within a year or two, and then it's all okay. ഇതിൻ്റെ അകത്ത് ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ്, ഹൗ ഡിഡ് യു റോപ്പ് ഇൻ അഹാന ആസ് എ ഇൻഫ്ലുവൻസർ? എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ബേസിക്കലി ഞാൻ നമ്മളൊരു ബ്രാൻഡ് തുടങ്ങും, ഐ മീൻ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും, ഫാമിലി ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും, ഫാമിലിക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കും, എല്ലാവരും കൊണ്ട് ഫോളോ. അങ്ങനെ ചെയ്യിപ്പിച്ചൊരു 500 ഫോളോവേഴ്സ് വന്നു. അതിനപ്പം പുഷ് ആവണില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് റീൽസ് ഒക്കെ ഇടുമ്പം കുറച്ച് എന്നാലും അങ്ങനെ ഒരു 2000 അത്രയൊക്കെ ആവണുള്ളായിരുന്നു. അപ്പോഴാണ് ആക്ച്വലി ഒരു ഇൻഫ്ലുവൻസർ സപ്പോർട്ട് ചെയ്തത്. അഹാനയ്ക്കൊക്കെ മുമ്പ് അനുഷ എന്നാണ് ആളുടെ പേര്. ഷീസ് എ വെരി വെൽ നോൺ ഇൻഫ്ലുവൻസർ ഇൻ കേരള. she's a good friend of us. Yeah, now she's a very good friend. അപ്പം അന്ന് she liked എൻ്റെ പ്രൊഡക്റ്റ്, ലവ്ഡ് ആക്ച്വലി നന്നായിട്ട്. അപ്പം ഫസ്റ്റ് ഒരു 3 products ഷീ ചൂസ്. അത് ഞാൻ അയച്ചു കൊടുത്തപ്പം ക്വാളിറ്റിയും ആ യുണീക്നെസ് ഒക്കെ ഇഷ്ടപ്പെട്ട് ഷീ സ്റ്റാർട്ടഡ് സപ്പോർട്ടിങ്. ഇന്നും അന്ന് 5 വർഷം മുമ്പ് മേടിച്ച ആ പ്രൊഡക്റ്റ് ഇടുമ്പം ഷീ ടാക്സ് മീ ഇന്നും. ബിക്കോസ് അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the main thing here is about the product. Correct. Because അത് കാണുമ്പോൾ everyone knows they haven't seen this anywhere. അപ്പോൾ അതിൻ്റെ യുണീക്നെസ് കാരണം whenever she sends it to someone, ഫോട്ടോസ് അയക്കുമ്പോൾ തന്നെ they all were impressed. Okay, ഇവരുടെ product is good. Okay. The main selling point is the product here. Correct. Right? So with that it was easy for her to crack through. പ്രൊഡക്റ്റ് വളരെ യൂണീക്ക് ആയിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ഇൻഫ്ലുവൻസർ അനുഷ. ആക്ച്വലി അനുഷയ്ക്ക് മുമ്പ് അഹാനയ്ക്ക് മുമ്പ് തന്നെ ഞാൻ അഹാനയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് ഷീ ഹാസൻറ്റ് സീൻ മൈ മെസ്സേജ്. അങ്ങനെയാണ് അനുഷ വന്നത്. അനുഷ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. കുറച്ചൊരു 1000s ഒന്ന് ഫോളോവേഴ്സ് കൂടി വന്നു. അപ്പം അഹാന ആൻഡ് അനുഷ ആർ ക്ലോസ്. അപ്പം ത്രൂ ഹർ അനുഷ അഹാന നോട്ടിസ്ഡ് എൻ്റെ പേജ്. അങ്ങനെ ഷീ കെയിം ഇൻ. അപ്പം അഹാനയ്ക്ക് ഒരു ഷൂട്ട് വന്നിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ആ ഒരു ഷൂട്ടിൽ ഞാൻ നാച്ചുറൽ സ്റ്റോൺ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അഹാന വഴി. ആ ഷൂട്ട് കുറച്ച് ഹിറ്റായി. അങ്ങനെയാണ് gradually came to know. Because end of the day influencers and film stars, they are taking out this product to public. Because നമുക്കൊരു ചെറിയ ഒരു സ്മോൾ ബ്രാൻഡ് ആയിട്ട് we don't have that capacity to cater across to entire audience. But so they acted as a very good medium to bring this to public. അപ്പോൾ എല്ലാവർക്കും അത് കാണുമ്പോൾ ഇത് കൊള്ളാലോ. ബിക്കോസ് സോ ഫാർ ഇവർ കണ്ടിട്ടുള്ളത് ഏതർ ഇമിറ്റേഷൻ ഗോൾഡ്, ആ ഗോൾഡിഷ് ഇതായിരിക്കും, ഇല്ലെങ്കിൽ റിയൽ ഗോൾഡ് ആയിരിക്കും. ബിറ്റ്വീൻ ദീസ് ക്ലബിംഗ് ടുഗെദർ ഒരു സാധനം കണ്ടിട്ടില്ല പീപ്പിൾ. ആനയാണോ അനുഷയാണോ ഒരു മോണിറ്ററി അങ്ങനെ ഒരു ഇതില്ലാതെ ആ പ്രൊഡക്ട്സിന് വേണ്ടി പിന്നെ ദേ സപ്പോർട്ടഡ് വെരി വെൽ. അത് കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യൂ ഷൂട്ട്സിലൊക്കെ ആണെങ്കിലും അഹാന റിക്വയർമെന്റ്സ് പറയും. ഐ യൂസ് ടു സെൻഡ് ഹർ. അടിപൊളി. അതന്നെയാണ് നമ്മളിപ്പോ പറഞ്ഞത്, വൈ ഡോണ്ട് യു ടാഗ് അലോങ് വിത്ത് അതർ ബ്രാൻഡ്സ്? ഫാഷൻ ആൻഡ് ജ്വല്ലറി ഗോസ് ടുഗദർ. റൈറ്റ്. അത് നല്ലൊരു. ഓക്കെ, അങ്ങനെ പിന്നെ അഹാന വെച്ച് സോ നിങ്ങൾ ഒരു ടിപ്പിംഗ് പോയിന്റ് ദിസ് റിയലി ഈസ് വർക്കിംഗ് ഔട്ട് എന്ന് തോന്നിയ സമയപ്പോഴാണ്? ഇല്ല, ഫ്രം ഞാനൊരു ട്രഡീഷണൽ മൈൻഡ് സെറ്റിലാണ് ഇപ്പോഴും ബിസിനസ്സിൽ. റൈറ്റ്. സോ വി മെയ്ഡ് ആർ പ്രോഫിറ്റ്സ് ഫ്രം ഡേ വൺ, ദ വെരി ഫസ്റ്റ് ഡേ. ബിക്കോസ് എനിക്ക് ഇപ്പോഴും ആ വാല്യുവേഷൻ ഇതിൽ പേഴ്സണലി ഐ എം നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് ഇറ്റ്. ഒരു പ്രോഡക്റ്റ് ഐ ബൈ ഇറ്റ് ഫോർ 8 rupees. ഒരു 2 rupees നമുക്ക് ലോജിസ്റ്റിക്സും നമ്മുടെ ഓഫീസിന്റെ കോസ്റ്റും ചേർത്ത് ഒരു 2 rupees ആയിരിക്കും. സോ ദ ടോട്ടൽ കോസ്റ്റ് ഇസ് 10 rupees. You sell it for 11 rupees. Right? That 1 rupee profit goes in from day one. So
ആ രീതിയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സെക്കൻഡ് തോട്ടേ വന്നിട്ടില്ല. ലോസ് ആവുമോ എന്നുള്ള ഒരു പേടി പോലും ഇല്ല. ബിക്കോസ് നമുക്ക് ക്ലീൻ ആണ്. ആൻഡ് ദാറ്റ് ഇസ് ദ മെയിൻ ഫാക്ടർ. അവള് പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റ് 150 rupeesന് ഒരു പ്രോഡക്റ്റ്, how can we buy for 150, we make it for little less and sell it online to the customers? ആ ഒരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഇത്ര ബൾക്ക് വോള്യൂമിൽ ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലായി. സോ ദാറ്റ് വേ, സിൻസ് the volume consumption is huge now, നമുക്ക് ഒരു പ്രൊഡക്ഷനിൽ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ഇടുമ്പോൾ തന്നെ വി പ്രൊഡ്യൂസ് അറൌണ്ട് 1,500 പീസസ്, റൈറ്റ്? അപ്പൊ നമുക്ക് കോസ്റ്റ് നല്ല രീതിയിൽ വിൽ ബി ഏബിൾ ടു കൺട്രോൾ. സോ ഒരു ചെറിയ ഒരു മാർജിൻ വെച്ചിട്ട് വി ക്യാൻ ഡെലിവർ ഇറ്റ് ടു ദ എൻഡ് കസ്റ്റമർ. ദർ ഇസ് നോ വൺ ബിറ്റ്വീൻ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഓർഗാനിക് മാർക്കറ്റിംഗ് ശരിക്കും യൂസ്, ഇഫ് യു ഹാവ് ഗോൺ വയ പെർഫോമൻസ് റൂട്ട്, നിങ്ങൾക്ക് ഡേ വണ്ണിൽ ചിലപ്പോൾ ജനറേറ്റ് ചെയ്യാൻ പറ്റൂല. എക്സാക്ട്ലി. നമ്മൾ അത് പെർഫോമൻസ് ഇനിഷ്യലി നമ്മൾ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് ഓൾ ഓർഗാനിക് ടിൽ ഡേറ്റ്. നമ്മൾ ഒരു ഇറ്റ്സ് എ ഗ്രൂപ്പ്. ഐ വുഡ് സേ ഇറ്റ്സ് എ പാർട്ട്. ഓർഗാനിക് മാർക്കറ്റിംഗ് ഇസ് എ പാർട്ട്, paid marketing is a part, influencer marketing is a part, and word of mouth, customers word of mouth is a part. ഈ word of mouth ശരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം the product was amazing. Exactly, because നമ്മളെ customers ഇന്ന് വരെ പറയുന്ന customers എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, when I wear your products and go to a wedding or a party, എല്ലാരും ചോദിക്കാറുണ്ട് where did you buy this from? ഇല്ലെങ്കിൽ some people even know Adore by Priyanka അല്ലേ ചോദിക്കുക, ആ യൂണിക്നെസ് കണ്ടിട്ട്. So that way ഞാൻ പല സോറി ഫോർ കട്ടിങ് യു, പിന്നെ D2C ബ്രാൻഡുകളോ സംസാരിക്കുമ്പോൾ they all are following your journey. അപ്പൊ അത് മനസ്സിലാവുന്നുണ്ട്. your brand is well known now. So that way പ്രൈസ് ഫാക്ടറിൽ we still have a very huge leverage, because നമുക്ക് ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് നല്ല രീതിയിൽ നല്ല റേറ്റിൽ കറക്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് നമുക്ക് കസ്റ്റമേഴ്സിന് എത്തിക്കാൻ പറ്റും. ആൻഡ് ഫ്രം ദ ബിസിനസ് വാല്യൂ പെർസ്പെക്റ്റീവ് ഓൾസോ we are very clear in terms of what we did. Even if we take 1 rupee from the customer, അതിനുള്ള വാല്യൂ നമ്മൾ കൊടുത്തിരിക്കും. സോ ദാറ്റ് വേ വി ബീൻ വെരി ക്ലിയർ ഫ്രം ഡേ വൺ. സോ ഇപ്പോഴും ഞങ്ങളുടെ മീറ്റിംഗ്സിൽ ഞാൻ എപ്പോഴും പറയുന്ന ഫാക്ടേഴ്സ് അതാണ്, റൈറ്റ്? യു ടേക്ക് മണി ഫ്രം കസ്റ്റമർ, യു ഡെലിവർ വാല്യൂ മോർ ദാൻ വാട്ട്. ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിലും കസ്റ്റമർ സപ്പോർട്ട് ആണെങ്കിലും ഡെലിവറി ആണെങ്കിലും എല്ലാം ടു ദ പോയിന്റ്. എനിക്കൊന്ന് ഹൗ ഐ ഫൗണ്ട് യുവേഴ്സ്, നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു സ്വിഷ് പറഞ്ഞിട്ട്, അപ്പൊ അഡോർ ബൈ പ്രിയങ്ക, ഇത് കേരള ബേസ്ഡ് ബ്രാൻഡ് ആണല്ലോ. അപ്പൊ ഞാൻ പ്ലാൻ കണ്ടു നിങ്ങളെ ഷോപ്പിഫൈ അഡ്വാൻസ്ഡ് പ്ലാൻ എടുക്കണമെങ്കിൽ ഇറ്റ്സ് അഡ്വാൻസ് പ്ലാൻ ഇസ് $299 പെർ മന്ത്. അഡ്വാൻസ്ഡ് പ്ലാൻ എടുക്കണമെങ്കിൽ ദീസ് ഗൈസ് ആർ ഡൂയിങ് വെരി ഗുഡ്. അങ്ങനെ പറഞ്ഞിട്ട് കേരളത്തിൽ ഒരു വലിയ ബ്രാൻഡ് ഉണ്ട് നമ്മളറിയാത്ത, ലെറ്റ് മീ ടോക്ക് ടു ദം. അങ്ങനെയാണ് ഞങ്ങളെ ഫിഗർ ഔട്ട് ചെയ്യുന്നത്. ആക്ച്വലി കുറെ പേര് വിചാരിക്കുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യൻ ബ്രാൻഡ് ആണ്. Still people have the, are you guys from Kerala? Or except അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, do you have a store? Can we come directly make a purchase? But we intend to stay online with a major online presence, and it has been seamless for us since we are from that background. അതൊന്ന് നല്ല രീതിയിൽ സ്കെയിൽ അപ്പ് ചെയ്ത്. അല്ല, നിങ്ങൾക്ക് യു ക്യാൻ സേ കം വിസിറ്റ് അവർ ഫാക്ടറി. അല്ല, ഫാക്ടറി അല്ല, യുവർ വെയർ ഹൗസ്. ഐ ഹാവ് സീൻ ദാറ്റ്, മാസീവ് വെയർ ഹൗസ്. യു ക്യാൻ വിസിറ്റ് അവർ വെയർ ഹൗസ് എന്ന് പറയാ. ഹാൻഡ്ലിംഗ് കസ്റ്റമേഴ്സ് അറ്റ് വെയർ ഹൗസ് ഇസ് വെരി ഹാർഡ് ഫോർ us, because നമുക്ക് ഡെയിലി ഒരു നല്ല ഒരു വോള്യൂം ഉണ്ട്. വി ഹാവ് ഫ്യൂ സെറ്റ് ഓഫ് പീപ്പിൾ ആക്റ്റീവ്ലി, ബിക്കോസ് ഞങ്ങളൊക്കെ ഇനീഷ്യലി ഐ തോട്ട് ഓഫ് എനേബിളിംഗ് ദിസ് 24/7 സെറ്റപ്പ്. ഒരു ഡബിൾ ഷിഫ്റ്റ് വർക്ക് ചെയ്താലോ, മോർണിംഗ് ഒരു 9 to 9 PM നൈറ്റ് ഒരു നൈറ്റ് ഷിഫ്റ്റിൽ സെറ്റ് ഓഫ്, ദെൻ ഞങ്ങളുടെ ഫാമിലി ലൈഫ് വിൽ ഗോ ഓൺ എ ടോസ് ദെയർ. സോ then we thought let's not go to that level yet. Correct 12 hours തന്നെ whatever we can optimize and make things better, we'll do it എന്നുള്ള രീതിയിലാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അപ്പോൾ ഇതിന്റെ ഒരു മേജർ പാർട്ട് ഡിസൈൻ ആണല്ലോ. സോ യു ഹാവ് ഇൻ ഹൗസ് ഡിസൈനേഴ്സ് ഓർ യു ഗൈസ് ഡിസൈഡ്? അതെങ്ങനെയാണ് ചെയ്യുക? നമുക്ക് ഇൻ ഹൗസ് ഡിസൈനേഴ്സ് ഉണ്ട് കുറച്ച് പേര്. അത് മോസ്റ്റ്ലി എല്ലാം ഇന്റേൺസ് ആണ്. അപ്പം അവരുടെ ഡിസൈൻസിൽ ഞാൻ കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ ആക്കി വി ലോഞ്ച് ഇറ്റ്. So she basically filters the designs. Out of 100 designs that comes in, she alters a lot. So initially അവളായിരുന്നു ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത് at the start of this. Correct. But now she handles this team of people. Whenever she gets those designs, she filters and makes it a little better than what it is today. അല്ല, അതെങ്ങനെ സാധിക്കുന്നു? കാരണം ഡിസൈൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, വി ആർ ഇൻസ്പയർ ആവുന്നതാണ്. അവളുടെ ബേസിക് ആക്ച്വലി അവൾ പഠിച്ചിട്ടൊന്നുമില്ല, ബട്ട് ഹെർ ടേസ്റ്റ് ഇസ് ഗുഡ്.
ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വെഡിങ്ങിൽ ആയിരുന്ന ആ ടൈമിൽ പോലും ആ എല്ലാവരും ഒരു രീതിയിൽ പറയാറുണ്ട്. എനിക്ക് പേഴ്സണലി തന്നെ ഒരു കോൺഫിഡൻസ് കുഞ്ഞിലെ ആണെങ്കിലും എൻ്റെ കസിൻസ് ഷോപ്പിംഗ് പോകുമ്പോൾ ദേ യൂസ് ടു പുൾ മീ ഓക്കെ So because her they know, okay, taste is good basically. അപ്പോൾ ഇനിഷ്യലി തന്നെ ഇവളുടെ ചോയ്സ് ഓഫ് ജ്വല്ലറീസ് ആൻഡ് ഡിസൈൻസ് ഞാൻ കാണുമ്പോൾ ഇതൊക്കെ വർക്ക്ഔട്ട് ആവുമെന്ന് തിങ്ക് ചെയ്യുന്നത് പോലും ഇറ്റ് വാസ് വർക്കിംഗ് ഔട്ട് റിയലി വെൽ ഇൻ മാർക്കറ്റ്, റൈറ്റ്? സോ ദാറ്റ് വേ then I knew okay she's doing good. let me just Leave it to her. delegate it to her. Yeah, exactly. കുറച്ച് ഞാൻ ബ്രേക്ക് എടുത്ത സമയത്ത് ഈ വാസ് ദ വൺ ഡിസൈൻ ഒക്കെ ചൂസ് ചെയ്യുന്ന ആ സമയത്ത് ഫുൾ ഡെഡ് സ്റ്റോക്ക്. അപ്പോൾ ഞാൻ പോകുന്ന എടുക്കുന്ന എല്ലാം hundreds and 200 ഹീസ് ലൈക്ക് വെരി കോൺഫിഡൻറ്റ് ഇത് പോൾ ഇതിനെന്താ കുഴപ്പം. ഞാൻ പറഞ്ഞു സുധീർ അതൊക്കെ ഇപ്പോഴും നമ്മുടെ വെയർ ഹൗസിൽ. Get some taste. So that's the essence of it, right? So I cannot blame him. Men taste is different. Vanda, don't go there. പിന്നെ and again we are refined now. Then I delegated it Okay. to the design and marketing. ഞാൻ ഇൻവോൾവ് ആവാറില്ല. I fully leave it to her. Rest everything is something which I do on a day to day. ഓക്കെ, അപ്പം ഈ ഡെഡ് സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഡെഡ് സ്റ്റോക്ക് എല്ലാവർക്കും എല്ലാ D2C കമ്പനിക്കും ഒരു പ്രോബ്ലം ആണ്. ഹൗ ഡു യു ഗൈസ് മാനേജ് ദിസ് തിങ്? Okay, actually speaking, അതിൽ മാനേജ് ചെയ്യാനൊന്നുമില്ല, ബീങ് വെരി ഹോണസ്റ്റ്. Okay. സോ അറ്റ പോയിന്റിൽ ഞങ്ങൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട ഫണ്ട്സ് തിരിച്ച് കിട്ടുമോ നമ്മൾ നോക്കും, റൈറ്റ്? അതും കിട്ടിയില്ലെങ്കിൽ വിൽ സെൽ ഇറ്റ് ഓഫ് അറ്റ് എ ഡെഡ് ചീപ്പ് കോസ്റ്റ് വിച്ച് പീപ്പിൾ കാൺട്ട് റെസിസ്റ്റ്, റൈറ്റ്? അപ്പോഴാണ് ഈ 75% ഡിസ്കൗണ്ട്സ് ഇതൊക്കെ നമുക്ക് ലോസാ. ബട്ട് എൻഡ് ഓഫ് ദി ഡേ വാട്ട് ഐ തിങ്ക് ത്രൂ ഇസ് റാദർ ദാൻ മീ ഹാവിംഗ് ഇറ്റ് ആസ് എ ലോസ് ആസ് ഇൻ മൈ വെയർ ഹൗസ് ഫോർ ഇയേഴ്സ് ആൻഡ് മന്ത്സ്, ലെറ്റ്സ് ബെറ്റർ ഗിവ് ഇറ്റ് ഓഫ് അറ്റ് എ ലോസ്. അറ്റ്ലീസ്റ്റ് ഒരു പാർഷ്യൽ ഫണ്ട്സിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. If the manufacturing cost is around say for example 280 or 350 rupees, even if I sell it for 175, at least or something comes will back. move on, right? അപ്പം മേ ബി ഇനീഷ്യൽ ഡേയ്സ് ഓഫ് യുവർ ബിസിനസ് ഡെഡ് സ്റ്റോക്ക് കുറേ വന്നിട്ടുണ്ടാവും. അപ്പോൾ എത്ര ഡിസൈൻ പിന്നെ നിങ്ങൾക്ക് മേ ബി ബിക്കം ടോപ്പ് സെല്ലേഴ്സ് ഇൻ എ പെർസെൻറ്റേജ് ലെവൽ? How much becomes top sellers and how Say much for goes example, another interesting factor of this business, especially on fashion jewelry, right? നമ്മൾ ഒരു 10 ഡിസൈൻസ് ഇറക്കുവാണെങ്കിൽ ഒരു 2 to 3 designs will be the hot sellers, right? That will get stocked out and we'll keep rotating that. Balance 7 designs will stay. അത് gradual ആയിട്ടേ ഒന്ന് മൂവ് ആവത്തുള്ളൂ. So if you ask me for a percentage out of 100, it's 20 to 25% that will be best sellers. Pareto principle ആണ്, 80-20 rule ആണ്. Exactly. 20% works. 20% will actually work. But that's fine. നമുക്ക് ആ റൊട്ടേഷനിൽ പോകുമ്പോൾ we have that volume to do. Especially Adore benefit is the volume. ഞങ്ങളുടെ വോള്യൂം ആണ് മെയിൻ. That's the reason നമുക്ക് ഇത്ര പ്രൈസിൽ അഫോർഡ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ. ആൻഡ് ദ ക്വാളിറ്റി ഈസ് ഓൾസോ റിമാർക്കബിൾ. എനിക്കൊന്ന് ആ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. അഗെയിൻ ദ പ്രൊഡക്റ്റ് ഈസ് റിയലി പ്ലേയിങ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ. പ്രൊഡക്റ്റ് എല്ലാവരും യു ഹാവ് വെരി റിക്കറിംഗ് കസ്റ്റമേഴ്സ്. ആക്ച്വലി നമുക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് യൂഷ്വൽ സ്റ്റാൻഡേർഡ്സിനെക്കാളും കൂടുതലാണ്. സോ നമ്മളോട് സംസാരിക്കുന്ന ടെക് സൈഡിലുള്ള ആൾക്കാർ പോലും when I have the different tools, അവരെല്ലാം നമ്മുടെ റിട്ടൻഷൻ റേറ്റ് നെറ്റി പോകും, റൈറ്റ്? ഫോർ ദാറ്റ് ടു ജ്വല്ലറി ഈസ് നോട്ട് എൻ എസെൻഷ്യൽ. ഡേ ടു ഡേ നമ്മൾ ടൂത്ത് പേസ്റ്റ് പോലത്തെ എസെൻഷ്യൽ, ബട്ട് എന്നിട്ടും അതൊരു വാണ്ടാണ്. സോ ദാറ്റ് കൺസിഡറിങ് ദാറ്റ് ഡൊമൈൻ ഓർ നിഷ്, എന്നിട്ടും ഇത്ര റിട്ടൻഷൻ റേറ്റ്, റിപ്പീറ്റഡ് കസ്റ്റമർ റേറ്റ് എന്ന് പറയുമ്പോൾ പീപ്പിൾ വിൽ ബി റിയലി ഷോക്ക്ഡ് ടു സീ ദാറ്റ് നമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കസ്റ്റമേഴ്സിൽ ഹൗ ഡു ദേ ബൈ? ഡു ദേ ബൈ ഫോർ ഒക്കേഷൻസ്? ഡു ദേ ബൈ ഫോർ, അതായത് എന്താണ് ഒരു കൊല്ലത്തിൽ എത്ര പ്രാവശ്യം മേ ബി ഓൺ ആൻ ആവറേജ് ദേ കം ബാക്ക് ടു യുവർ സ്റ്റോർ? ഡിപ്പെൻഡ്സ്. It depends on the, because എല്ലാവർക്കും ഒരു ടേസ്റ്റാ, റൈറ്റ്? ഫ്യൂ പീപ്പിൾ ആർ വെരി ഫാന്റസൈസ്ഡ് അബൌട്ട് ജ്വല്ലറീസ്. അപ്പോൾ നമുക്ക് കൂടുതലും ഉപയോഗിക്കുന്നത് ഓഫീസ് ഗോയേഴ്സ് ആണ്, റൈറ്റ്? ദാറ്റ്സ് ആർ എൻറ്റയർ സിനാരിയോ അബൌട്ട്. ഇപ്പോൾ ഓഫീസിന് പോകുമ്പോൾ റാദർ ദാൻ ദ നോർമൽ ബോറിങ് ഒരു ചെറിയ മാളയെ കാട്ടിലും വെൻ യു ഹാവ് ഒരു എൻറ്റയർ ഒരു ലുക്ക് തന്നെ ഒരു അപ്ഗ്രേഡ് കിട്ടും വെൻ യു യൂസ് ദ ജ്വല്ലറീസ് ഓർ ദ ഡിസൈൻസ് ദാറ്റ് വി ഹാവ്. സോ ദാറ്റ് വേ ആ ഓഫീസ് ഗോയേഴ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഫ്രം മേജർ മെട്രോ സിറ്റീസ്. എല്ലാവരും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ പോകാന്ന് പറഞ്ഞാൽ നമ്മളൊരു ലുക്കാണ്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ലുക്ക് ഇസ് എ ഇമ്പോർട്ടൻറ്റ് തിങ് ഓഫീസിൽ പോകുമ്പോൾ. അല്ല, നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചപ്പോഴാണ് എ ജ്വല്ലറി ദാറ്റ് ഗോസ് മാച്ചിങ് വിത്ത് ദ കോസ്റ്റ്യൂം. അപ്പം ഞാൻ വാട്ട് ഐ വാസ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ്, ആർ പീപ്പിൾ ബൈയിങ് ഇറ്റ് ഫ്രീക്വന്റ്ലി ആസ് ദേ ബൈ ഡ്രസ് ഓർ ഫാഷൻ? അതിനേക്കാൾ കൂടുതൽ പെർസെന്റ് ചാൻസ് ഉണ്ട്. ബിക്കോസ് അവരെല്ലാം ചില കസ്റ്റമേഴ്സ് ഒക്കെ
in a particular design, if there are 5 colors, they'll buy all 5 colors. One piece of each. Our dress matching. So we have colors in almost all shades that's possible, right? Because നമുക്ക് natural stones എന്ന് പറയുമ്പോൾ അത് ഭയങ്കര unique ആണ്. So ഒരു rose quartz എന്ന് പറയുമ്പോൾ it's a slight pinkish shade and all that. It will go well with all pink and white shades. So അവർ എല്ലാ കളേഴ്സിലും they'll pick one products and they'll have it for an entire year or 2. They can use it continuously. അല്ല എനിക്ക് മനസ്സ് കാണാൻ പറ്റുന്ന how this can be a very big business എന്നുള്ളതാണ്. Because people are matching everything now. Exactly. അതായത് പണ്ടൊക്കെ ഒരു ചെയിൻ ഉണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം ആ ചെയിനാണ് യൂസ് ചെയ്യുക. ബട്ട് നൗ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല. It has changed. It has changed. Especially after COVID. Because ഈ ഓൺലൈൻ പ്രസൻസ് once it has dominated, പിന്നെ people now have options, right? Initially എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ തൊട്ടടുത്തുള്ള സ്റ്റോർസിൽ they have very limited collections, very limited visibility. But right now this online has opened up that. എവിടെ ആയാലും, even if you are on a remotest village in India, you can still get something which people in Bangalore or Chennai or Mumbai can buy and afford. Correct. It comes to you within a day or 2. മാക്സിമം നമ്മൾക്ക് നല്ല ലോജിസ്റ്റിക്സിൽ ചെയ്യുമ്പോൾ 3 to 4 ഡേയ്സിൽ അവർക്ക് സാധനം കയ്യിൽ കിട്ടും. സോ ദാറ്റ് വേ എനിക്കത് ആ റിമോട്ട് വർക്ക് കൾച്ചർ എന്തിനാ നല്ലോണം. കാരണം എവ്രിബഡി ഈസ് വർക്കിംഗ് ഫ്രം ദെയർ ഓൺ, മേ ബി ഓഫീസിൽ പോണ പോലില്ല, പക്ഷെ അവരെ വീടുകളിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ദേ ആർ ബ്രൗസിങ് എവറിത്തിങ് ഓൺലൈൻ. എക്സാക്ട്ലി. അപ്പം അവരിപ്പം ഒരു ടയർ 3 അല്ലെങ്കിൽ ടയർ 4 സിറ്റിയിലാണ് താമസിക്കുക വെച്ചാൽ അവിടേക്കും ഡെലിവറി കിട്ടുകയാണ്. ബിക്കോസ് ഇതിൽ the main factor that have pushed our success is that COVID phase, right? Because our time la e-commerce brands were coming in. Correct. And we were the first to launch jewellery, that too natural jewellery brands. Appo of course within a span of 6 months and something, people will start copying നമ്മുടെ exact രീതി തന്നെ എല്ലാവരും കുറേ brands ഉണ്ട്. അറ്റ് എ പോയിന്റ് ഞങ്ങൾക്ക് തന്നെ അൺകംഫർട്ടബിൾ ആവാൻ തുടങ്ങും. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ അത്ര ആലോചിച്ചൊരു റീൽ ഇടും, ഒരു 1 വീക്ക് കഴിയുമ്പോൾ സോങ് പോലും ചേഞ്ച് ചെയ്യത്തില്ല, സെയിം കോൺസെപ്റ്റ്, സെയിം പ്രസന്റേഷൻ. അപ്പോൾ നമ്മൾ സംസാരിക്കും, that means people have started copying you. That means you have become grown bigger than you thought. ഒരു benchmark. അപ്പോൾ ഞാൻ ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നത്, don't take it into mind, we set a benchmark. Correct. So that way it's good that we inspire people എന്നുള്ള രീതിയിൽ. അല്ല, see, കോപ്പി അടിക്കുന്നവർക്ക് they don't know the journey. Exactly. They exactly don't replicate know what you did. Okay, അപ്പം അത് കസ്റ്റമേഴ്സിന് പെട്ടെന്ന് തന്നെ കിട്ടും. If this is a copycat or just doing something. നമ്മളുടെ അടുത്ത് തന്നെ കസ്റ്റമേഴ്സ് ഒന്ന് ഇഷ്ടം പോലെ പറയാറുണ്ട്, right? It's ഈ പേജ് ഒന്ന്, can you look at it? They will come to us. നമ്മൾ ഇനീഷ്യലി അവരൊക്കെ നമ്മൾ അപ്പോൾ we slowly started telling them, that's fine, this is a part of business. Thank you for letting us know. അല്ല, they will vanish at some point of time if they just copy. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇൻവെസ്റ്റ്മെന്റ് is it bootstrapped? നിങ്ങൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ do you have investors? എങ്ങനെയാണ്? So till date we are 100% bootstrapped, right? നമ്മൾ day 1 തന്നെ കംപ്ലീറ്റ് amount നമ്മൾ തന്നെയാണ് ഇന്ന് വരെ ചെയ്തു പോകും. സോ while we were growing, people started approaching us, are you guys looking for investment? Do you want to partner with us or can we on board as a franchise? ഞങ്ങൾ ഗ്രോ ആയിട്ട് എന്നുള്ളത്. ബട്ട് till recently ഞങ്ങൾ അതിലൊരു ഡിസിഷൻ എടുത്തിട്ടില്ലായിരുന്നു. because I always wanted to, because when I take money from someone, it's my personal responsibility. അത് പേഴ്സണലായിട്ട് ഞാൻ എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ വേറെ ഒരാളുടെ മണി മേടിച്ചിട്ട് I cannot enjoy or do things on my own. So അതിനുള്ള ഒരു growth factor, I guess recently we are at that level. So maybe in future we'll start thinking of investments, but till date we are 100% bootstrapped. And നമ്മുടെ ഓഫീസ് ബിൽഡിംഗ് എല്ലാം നമ്മുടെ സ്വന്തം ഒരു വിഷയം തന്നെയാണ്. അല്ല, അപ്പം നിങ്ങൾ ബിസിനസ്സിനുള്ള കാശാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഓർ ഡു യു ഹാവ് എ ബാക്കപ്പ് വിത്ത് യു ഫാമിലി ബാക്കപ്പ് ഉണ്ടോ, എങ്ങനെയാണ്? ഫോർച്ചുനേറ്റ്ലി വി ഹാവ് എ ഡീസെന്റ് ഫാമിലി ബാക്കപ്പ്. ഞങ്ങൾ ബിസിനസ്സിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് തന്നെ ചെയ്യണമെന്നുള്ള ആവശ്യമില്ലായിരുന്നു. ദാറ്റ് വാസ് വെരി ഫോർച്ചുനേറ്റ് ഫോർ ബോത്ത് ഓഫ് us. അതുകൊണ്ടായിരുന്നു ഒരു കോൺഫിഡൻസ്. സോ ഈവൻ ആ ജോബ് ഫാക്ടറിൽ പോലും ദ ഡിസൈഡിങ് ഫാക്ടർ വാസ് ദാറ്റ്, right? She was very
optimistic. നമുക്ക് നോക്കാം. If it flops, that's fine. We'll find a way together. അല്ല അത് നല്ലൊരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആണല്ലോ. Right. കാരണം ഒന്നും ചെയ്യാത്തതിൽ നിന്ന് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു പറയാണ് നമുക്ക് ചെയ്യാം, നോക്കാം. Because ഇല്ല അവള് like he always thinks ഞാൻ എപ്പോഴും പോസിറ്റീവ് ഓക്കെ നടക്കും. So ഞാൻ എപ്പോഴും ആ റിസ്ക് ഫാക്ടർ ഈച്ച് ആൻഡ് എവറിത്തിങ് ഐ ഡു. ബിക്കോസ് ഞാൻ അന്ന് കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം ഞാൻ ബിസിനസ് അങ്ങനെ ചെയ്തിട്ടില്ല. ദിസ് ഇസ് മൈ സെക്കൻഡ് venture. First one was used cars, which was profitable. Till date, I closed it. Right? Okay. I have closed it because ഇതിൽ തന്നെ എനിക്ക് when I do a business, അതിനുള്ള full focusum കാര്യങ്ങളും I want into that particular part. So used car dealership is still profitable till my last sale. Right? But എന്നാലും I feel more comfortable and confident with this line of business. But so far നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ടില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ. അല്ല അപ്പം ബിസിനസ്സിൽ മണി തന്നെയാണോ റീഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതെല്ലാം നമ്മുടെ ഗ്രോത്തിലാണ്. സോ ഇനീഷ്യലി നമ്മൾ ലാക്സിൽ സ്റ്റോക്ക് വെച്ചുകൊണ്ടിരുന്ന ഇപ്പൊ നമുക്ക് ക്രോസ് ആൻഡ് ക്രോസിലാണ് സ്റ്റോക്സ് എടുക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് തന്നെ ക്രോസിലാണ്. From 10,000 to crores. Wow. And the volume of business again happens on crores on a yearly basis. So whatever and the more beneficial part for us is the transparency. We completely our online brand and we don't have even one cash sale. Everything is accounted. So it's easy for us to grow. About the exponentially grow it's easy for us to maintain and grow stuff. പക്ഷെ എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നോട്ടീസ് ചെയ്ത് എവറി ഓർഡർ വാസ് സ്റ്റിൽ പ്രീപെയ്ഡ്. Okay. Initially over 4 years I sticked on to 100% prepaid. Right? Everyone was advising me against it, but I was very clear. Right? You give me money, I give me my product because I have a good product. I have a good team. A reliable team. But everyone was pushing me to increase the revenue. Revenue is 30% കൂടുതൽ കിട്ടും. So you will get lot of investors. You can show. That was not on my mind at all. Right? Recently 3 months back, I have enabled COD, but our decision, it's not to increase revenue. It's for the customer comfort. So at a point, we reliable, repeated customers then chodikkan thodanggi. Ningal COD ഒന്ന് enable cheyyavo. It's easy for us to buy online because ഞങ്ങൾക്ക് online payment ൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ customers started giving us feedback. The repeat customers. Okay. Actually speaking, ഞാൻ enable ചെയ്തത് അവർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. It's not for revenue. Okay. Right? And for that reason, ഞങ്ങളുടെ returns ഭയങ്കര കൺട്രോൾഡ് ആണ്. വി ഡോണ്ട് ഹാവ് ഹൈ റിട്ടേൺ റേറ്റ്. കറക്റ്റ്. എല്ലാ ബ്രാൻഡുകൾക്കും പ്രശ്നമാണ്. ബ്രാൻഡ് വിസിബിലിറ്റി ആൻഡ് ട്രസ്റ്റ് ഇസ് ഓൾറെഡി ദേർ. നമുക്ക് 4.5 years ആയിട്ട് വി ഹാവ് കാറ്റേർഡ് ഫോർ ആൾമോസ്റ്റ് 5-6 lakh customers. Right? We are about to reach a million customer now. So അത്ര കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് ബിക്കോസ് ദേ നോ ആഫ്റ്റർ പർച്ചേസും ഇവരുടെ സപ്പോർട്ട് അടിപൊളിയാണ്. വിൽ ഓൾവേസ് ബി ഏബിൾ ടു റീച്ച് ഔട്ട് ടു ദം ഫോർ എനി ഇഷ്യൂസ്. Then that return you are ratio, obsessed with your customers. Exactly. So അതിൽ വി ആർ വെരി ക്ലിയർ. മാർജിനും റവന്യൂവും കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ COD എനേബിൾ ചെയ്തിട്ട് കാര്യമില്ല. When it really matters, I'll enable. That time came 3-4 months back. So we decided, why not? We launched COD and it's working really well for us now. കാരണം ആ ട്രസ്റ്റ് നിങ്ങൾ ഓൾറെഡി ബിൽഡ് ചെയ്തു. സോ നിങ്ങൾക്ക് അത്രയും റിട്ടേൺ വരില്ല. റിട്ടേൺസ് അത്രയില്ല. എല്ലാവരും പറഞ്ഞു, ഇവൻ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ക്ലോത്തിങ് ഒക്കെ ചെയ്ത് ചെയ്യല്ലേ 40% റിട്ടേൺ വരും 30% വരും. ഞങ്ങൾക്ക് അത്ര റിട്ടേൺസ് ഒന്നും അത്രയില്ല. നിങ്ങൾക്ക് ബ്രാൻഡ് ട്രസ്റ്റ് ഉണ്ട്. റിട്ടേൺസ് ഉണ്ട് പക്ഷെ അത്രയില്ല. And the highlight is ഞങ്ങൾ അതിൽ ഫിൽട്ടർ ചെയ്യാൻ ഒരു ടൂൾ പോലും ഉപയോഗിക്കുന്നില്ല. ബിക്കോസ് ഇഫ് യു സീ എ ലോട്ട് ഓഫ് ബ്രാൻഡ്സ് ഒന്ന് COD ഓർഡർ പ്ലേസ് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് എ മെസ്സേജ് ഓർ എ കോൾ, ഡു യു വാണ്ട് ടു കൺഫേം COD ഓർഡർ ഒരു OTP. ഞങ്ങൾ അതുപോലും ഒന്നും ചെയ്യാറില്ല. We are open because end of the day it's a trust give and take policy. We trust you, you trust us, the business is smooth. That's it. അപ്പോൾ നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്റിംഗിൽ കുറേ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ആസ് ഓഫ് നോ? നമ്മൾ ഈക്വൽ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുക. റൈറ്റ്? ഓർഗാനിക്കലി വാട്ട് എവർ വി ഡു we spend on performance marketing as well, and we spend the same amount on support. Our support after post purchase supportum കാര്യങ്ങളും we equally. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓർഗാനിക് കണ്ടന്റും പെർഫോമൻസ് മാർക്കറ്റിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. റൈറ്റ്? അവിടെ കിടക്കാണ് ബാക്കിയുള്ള ചാനൽസ് മൊത്തം. കാണുന്നവർക്ക് യു നോ വാട്ട് ടു ഡു. ഇമെയിൽ അയച്ചോ whatever you can do for their store. കാരണം കുറേ ഏരിയാസ് reach out to me at business@adorebypriyanka.com. കറക്റ്റ്. അപ്പോൾ
ഒരു ട്രയലും അടിച്ചു കൊടുക്കുക, അവരറിയാതെ തന്നെ അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക. Then it will be easy. ബിക്കോസ് ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വൺസ് വി സ്റ്റാർട്ടഡ് നെറ്റ്വർക്കിംഗ്, ഇപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ദേ ടേക്ക് മൈ നമ്പർ ഔട്ട്, ദേ ഗിവ് മി എ കോൾ, ദേ ടെൽ ദാറ്റ് ദിസ് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് us, വാട്സ്ആപ്പ് മാർക്കറ്റിംഗിലൊക്കെ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ആൻഡ് ഓൾ. സോ ദാറ്റ് വേ കമ്മിങ് ഔട്ട് ടു എ കമ്മ്യൂണിറ്റി ലൈക്ക് ദിസ്, സ്പീക്കിംഗ് ടു ലൈക്ക് മൈൻഡഡ് പീപ്പിൾസ്, നമുക്ക് തന്നെ നമ്മൾ അങ്ങോട്ട് ഓപ്പർച്യൂണിറ്റീസ് തേടി പോകുന്ന കാട്ടിലും പീപ്പിൾ ബ്രിങ് ഇൻ എ ലോട്ട് ഓഫ് ഓപ്ഷൻസ് on the table for us to choose and go with the best. Correct. കാരണം നിങ്ങൾ വിസിബിൾ ആവുമ്പോൾ they know that you exist. Exactly, yeah. Then they look at how can I help them grow more so that I can also grow. Exactly. ഇതാണ് സംഭവം. പക്ഷെ ഞാനിപ്പോൾ ഫൗണ്ടേഴ്സിനാണ് ഗൈസ്, സംഭവമൊക്കെ കൊള്ളാം, ആ നമ്പർ അങ്ങോട്ട് മറന്നേക്കാം. പക്ഷെ അത് ഇതുവരെ ആരും ഷാന എനിക്ക് കുറെ സ്പാം വരുന്നുണ്ട്, ഐ എം മൂവിങ് ഔട്ട് ഓഫ് ദിസ്, ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. സോ ഐ തിങ്ക് പീപ്പിൾ ആർ ഓൾസോ ചിന്തിക്കുന്നുണ്ട്, വെറുതെ അങ്ങോട്ട് വിളിച്ചിട്ട് കാര്യമല്ല, കണ്ടന്റ് ലെറ്റ് മീ ജസ്റ്റ് തിങ്ക് ലൗഡ് ആൻഡ് സീ വാട്ട് ഐ ക്യാൻ എക്സാക്ട്ലി ഡു ഫോർ ദം ബിഫോർ ഐ റീച്ച് ദം ഔട്ട്. കാരണം ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ നമ്പേഴ്സ് ഒക്കെ എക്സ്പോസ്ഡാ, ഫുള്ളി എക്സ്പോസ്. പക്ഷെ ഐ ഡോണ്ട് ഗെറ്റ് എ ലോട്ട് ഓഫ് കോൾസ്. വൺസ് ഇൻ എ വൈൽ ഇമെയിൽസ് വരും, മെസ്സേജ് വരും, ചിലപ്പോൾ കോൾസ് വരും, പക്ഷെ അത് വളരെ സ്പെസിഫിക് യൂസ് കേസിനാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് വർക്കിംഗ്. സോ വെറും ഓർഗാനിക് മാർക്കറ്റിംഗും പെർഫോമൻസ് മാർക്കറ്റിംഗും വെച്ച് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡിംഗ് ഒക്കെ തുടങ്ങി, അല്ലെങ്കിൽ ഫൗണ്ടർ ലെവൽ ബ്രാൻഡിംഗ് ഒക്കെ തുടങ്ങിയാൽ നിങ്ങൾ എവിടെ എത്തുമെന്നുള്ളത് ആക്ച്വലി ഐ ഹാവ് ഏർലി ആക്സസ് ടു യു ഗൈസ്. ആക്ച്വലി ഞങ്ങളൊരു റിലക്റ്റന്റ് ആയിരുന്നു, റൈറ്റ്? സംവെയർ ഡീപ്പ് ഇൻസൈഡ് മീ ഐ വാസ് നോട്ട് വെരി കംഫർട്ടബിൾ ടു കം ഔട്ട് വെബ്സൈറ്റിൽ ഫേസ് കാണിക്കാനോ ഓർ സോഷ്യൽ മീഡിയ പേജിൽ. ടിൽ ഡേറ്റ് ഞാനൊരു വീഡിയോ പോലും സോഷ്യൽ മീഡിയ ഞങ്ങളുടെ പേജിൽ. സുധീറിനെക്കാളും എനിക്കത് 300% കൂടുതലാണ്. ഞാൻ 2-3 ട്രയൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് തന്നെ ഡിലീറ്റ്. So maybe downstream we will gradually start it, because that brings people can see faces, people can relate to faces more than brand names. Exactly. Right? So that's something which we'll work out on. എനിക്കൊന്ന് യൂസുഫ് അലി has more fans than Lulu. Exactly. Musk has more fans than Tesla. Yeah. So Bill Gates has more fans than Microsoft. Now ഇപ്പം നമ്മളെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ നിഖിൽ കാമത്ത്, he's a very big brand. Shantanu Deshpande, another big brand. Especially I am more fond towards Yusuf Ali sir, because with the kind of charity contributions they do, right? ഞാൻ എപ്പോഴും അതിലൊരു റെസിപ്രോക്കേറ്റിംഗ് ആളാണ്. So the more you give, the more comes back. Correct. ഒരു ഡൗട്ടും ഇല്ല. He is a benchmark for me on that. Correct. അതെ ഞാൻ എപ്പോഴും പറയും, just give. Don't think about what you will get in return. That will automatically happen directly or indirectly. അത് നമുക്ക് ഒരിക്കലും don't think about the returns. One thing that I wanted to convey to people who are watching or co-founders or like-minded is, right, ഒരു ചെറിയ percentage of whatever comes in, right? You don't have to contribute a lot. It will be a very minimal margin that you are making. Correct. Try to give it back to the society. Right? അത് you might not want people to know. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ആരുടെ അടുത്തും പോയി പറയാനും പിടിക്കാനോ ഒന്നും, ബട്ട് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് തന്നെ ഇറ്റ് വിൽ ഗിവ് യു എ പോസിറ്റീവ് ഇമ്പാക്ട്. കറക്റ്റ്. റൈറ്റ്? ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഗ്രോ ഇൻ ബിസിനസ്. ഐ ക്യാൻ ഗിവ് യു ഓൺ റൈറ്റിംഗ് area. I am the living proof of it. You just give. That will come back in this way or the other. നമ്മുടെ ചുറ്റും തന്നെ നീഡ്സ് ഉള്ള ആൾക്കാരുണ്ട്. You don't have to go out and do. നമ്മുടെ ചുറ്റും തന്നെ ആൾക്കാരുണ്ട്. അതാണ് we were searching for people. അവള് പറഞ്ഞു അതെന്തിനാ പോകുന്നത്, നമ്മളെ ചുറ്റി തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ, ആവശ്യമുള്ള ആൾക്കാരുണ്ട്. So that has actually impacted a lot on my business decisions as well. I feel good about me. I feel good about the things we do. So indirectly it will help me to do better on all thoughts and stuff. Correct. So that's very important. Okay. Now coming back, ബിസിനസ്സും പിന്നെ യു ആർ എ couple owned കമ്പനിയാണ്. എങ്ങനെയാണ് ബിസിനസ്സും ഫാമിലിയും മാനേജ് ചെയ്യുന്നത്? അതിലൊരു സ്ലൈറ്റ് ഇമ്പാക്ട് ഉണ്ട്. അല്ല എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. I am also on the same route. It has a small impact on the family life, actually speaking, because എനിക്ക് എപ്പോഴും even though I know that my team will efficiently handle things on my absence, but physically എനിക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു need ഉണ്ട്, which slightly impacts our
family life. ഇനിഷ്യലി എങ്ങനെ ഓഫീസ് വേണ്ട ഹി വാണ്ടഡ് ഒരു സ്ഥലത്തില് ഹൗസ് ഫ്രണ്ടില് ബാക്കില് ഓഫീസ് വേണ്ട. ഒരു ബിൽഡിംഗ് വന്നായിരുന്നല്ലോ, our own building. So അതിൽ initially when I bought that I was planning to have my house on second floor. അപ്പോ ഗ്രൗണ്ട് ആൻഡ് ഫസ്റ്റ് ഫ്ലോർ വിൽ ബി ഓഫീസ് ആൻഡ് സെക്കൻഡ് അന്ന് ഞാൻ രാത്രി 12 and second thing is again both of us has a set of positives and that happens with every couple. Wherever she is negative, I'm positive there. Wherever I'm negative, she's പോസിറ്റീവ് there. അപ്പോൾ ഇനിഷ്യലി അതൊരു ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു, റൈറ്റ്? വി ബോത്ത് വെർ പോക്കിംഗ് ഓൺ ഈച്ച് അതേഴ്സ് നെഗറ്റീവ്, ഐ വുഡ് സേ, റൈറ്റ്? ഞങ്ങളുടെ പോസിറ്റീവ് സൈഡ്സ് കാട്ടിലും നെഗറ്റീവ് മാറി മാറി പോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ലേറ്റർ we understood where the problem is and who is weak on what and where to delegate things. Right now I've delegated it on a way that wherever it's positive for both of us, we are leading those areas. Apo after years it all comes up with experience and time. So after years, right now it's easy, but still it has of course a slight impact which we will gradually, because ഞങ്ങൾ ടൂർ പോയിട്ട് തന്നെ it's years. ഒരു മൂവിക്ക് പോയിട്ട് ഇറ്റ്സ് ബീൻ റീസെന്റ് ഞങ്ങൾ പോയത് 4 years 3 years കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയതാ. ബിക്കോസ് ഞങ്ങൾക്ക് മോർണിംഗ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് മൈ റൊട്ടീൻസ് ആൻഡ് ദെൻ ഐ ഗോ ടു ഓഫീസ്, ഐ കം ബാക്ക് അറ്റ് ഈവനിങ്, ഐ സ്പെൻഡ് എ ടൈം an hour or two with kids and again go to sleep. ഇത് തന്നെയാണ് ലൈഫ് സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ദെൻ വി ആർ ആക്ച്വലി സ്റ്റിൽ ഇൻ ഡിസ്കഷൻ. നമുക്കൊരു ട്രിപ്സ് ഒക്കെ പതുക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വി നീഡ് ടു സ്റ്റാർട്ട്. പക്ഷേ ഞാനെപ്പോഴും വിചാരിക്കും ഈ ബിസിനസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. യു ഓൾവേസ് ടോക്ക് ബിസിനസ് ഇൻ ഹോം ആൾസോ? ഇനിഷ്യലി അങ്ങനെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ റിയലൈസ് ചെയ്തു നമ്മൾ ഇത് മാത്രം എപ്പോഴും സംസാരിച്ചോണ്ടേ ഇരിക്കുന്നത്. ബിക്കോസ് ഞങ്ങളുടെ ഫുഡ് ടേബിളിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ പോലും we'll discuss about that. Then she told him, ഇനി ഡൈനിങ് ടേബിളിൽ let's not speak business. അതും കുറച്ച് ദിവസം പോയുള്ളൂ. പിന്നെ but still it happens. അല്ലല്ല, അതെന്താ എനിക്ക് സുധീർ പറഞ്ഞ പോലെ തന്നെ അത് ഇറ്റ് ടേക്സ് ടൈം അതൊന്ന് സെഗ്രിഗേറ്റ് ചെയ്യാൻ. കാരണം because kids are there, right? ഇത് മെയിൻലി ഇൻഹെറിറ്റഡ് ബിസിനസ് അല്ലല്ലോ ഷാൻ, റൈറ്റ്? ഇഫ് ഇറ്റ്സ് ഇൻഹെറിറ്റഡ് ബിസിനസ് നമുക്ക് ഇത്ര സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനുള്ള ആവശ്യമില്ല, റൈറ്റ്? ബിക്കോസ് ഫാദർ ജനറേഷൻസ് ആയിട്ട് വരുമ്പോൾ ഇറ്റ്സ് ഡിഫറെന്റ്. ബട്ട് ഇത് നമ്മൾ ബൂട്ട്സ്ട്രാപ്ഡ് ആയതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് എ ബേബി, റൈറ്റ്? സോ യു കാൻ സേ ദാറ്റ് യു കാൻ ഡിസ്കസ് അബൌട്ട് യുവർ ബേബി ഓൺ a table, dining table. സോ അതാണ് എൻറ്റയർലി our entire heart and soul is on this business. And this is your third child. Yeah, actually. first child actually. First child. So that's very important for me. എനിക്കൊന്ന് ഉറങ്ങുമ്പോൾ പോലും that's what I look at for now. And അതെനിക്ക് മെന്റൽ ഹെൽത്തിനും അത്ര ഇമ്പാക്ട് ആയി ഞാൻ പറയത്തില്ല. ബിക്കോസ് this is something which we enjoy. I wanted it always from my school days to get into business. But college final year lana nammal a used car business start cheyidathu. And she also you were also there in that business? No. Okay. She was also very supportive from day one. But marriage കഴിഞ്ഞ സമയങ്ങളിൽ actually speaking customers ഒക്കെ കാർ നോക്കാൻ വരുമ്പോൾ അവളായിരിക്കും കൊണ്ട് കാണിക്കുന്നത്. I will be on office. I'll call and coordinate with her and she will help out. Side business. Yeah. അപ്പോൾ ഞങ്ങള് actually ബാംഗ്ലൂരിലൊക്കെ we lived in even when I was working at a nominal salary, ഞങ്ങളുടെ ഹൗസ് ഒക്കെ നല്ല രീതിയിൽ നല്ല സൊസൈറ്റിയിലുള്ള ഹൗസ് തന്നെയാണ്. അപ്പോൾ there I had in mind ഈ ഹൗസ് റെന്റ് ഒക്കെ മൊത്തവും ബിസിനസ്സിൽ ഒന്ന് കൊടുക്കണം. So that was my thought. 5 പൈസ എൻ്റെ സാലറി So that way it has helped us both and it's always there in our blood. Our businesses and end of the day what we wanted to do is always Adore'ൽ 50% luck ഉണ്ട്, 50% ഹാർഡ് വർക്ക്. കറക്റ്റ്. അല്ല ലക്ക് എന്ന് പറയുന്ന കാട്ടിലും ഐ വുഡ് സേ ആ ഫസ്റ്റ് കം ദ അഡ്വാൻറ്റേജ്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയില്ല, അതിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഇനീഷ്യലി വി വെർ ദ ഫസ്റ്റ് ബ്രാൻഡ് ടു കം ഓൺലൈൻ, എസ്റ്റാബ്ലിഷ് ഓൺലൈൻ, മൊബൈൽ ആപ്പ് സപ്പോർട്ട് എല്ലാ സിസ്റ്റമും ഒന്ന് ബിൽഡ് ചെയ്ത് നമ്മൾ നിർത്തി. സോ ദാറ്റ് വേ വി സ്റ്റിൽ ഹാവ് ദാറ്റ് അഡ്വാൻറ്റേജ്. അപ്പം പിന്നെ സുധീർ ചെറുപ്പത്തിൽ കുറെ ബിസിനസ് ചെയ്തെന്ന് മനസ്സിലായി. പ്രിയങ്ക എന്തൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ട്? ചെറുപ്പത്തിൽ ബിസിനസ് ഒന്നും ചെയ്തിട്ടില്ല. കോളേജിലായപ്പോ ഇല്ല. ഞാൻ ഒരു കാര്യം ഇവളുടെ അടുത്ത് ഉള്ള ഒരു പോസിറ്റീവ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പ്രശ്നം വരുവാണെങ്കിൽ ഷീ വോണ്ട് റിയലി ഗിവ് എ ഷിറ്റ്. ടേക്ക് ഇറ്റ് ഈസി, പോട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ടാണ്. അപ്പോൾ ഫോർ ക്യാരക്ടർ ലൈക്ക് മീ ഹൂസ് വെരി കൺസേൺഡ് അബൌട്ട് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഐ ടേക്ക്, അതൊരു നല്ല ഒരു ബൂസ്റ്റാണ്. ഇപ്പൊ രണ്ടുപേരും ഒരേ, ഇപ്പൊ ഞാനും ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, ഇവളും ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തേ കാണത്തില്ല. ബട്ട്
ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഷീ സ്റ്റാർട്ടഡ് ഓഫ് എൻ ഇൻസ്റ്റാഗ്രാം ബ്രാൻഡ്, അത് ഞാൻ ഓൺലൈനിൽ കൊണ്ടുപോയി. സോ ദാറ്റ് സപ്പോർട്ട് ഫാക്ടർ ഓൾവേസ് ഹാവ് വർക്ക്ഡ് ഓൺ അവർ ഫേവർ കൺസിഡറബിളി വെൽ. അത് ഡെഫിനറ്റ്ലി ആ ഒരു കോംപ്ലിമെന്റിങ് ഉണ്ടാവുമ്പോൾ തന്നെ ഇറ്റ് ഓട്ടോമാറ്റിക്കലി വർക്ക്സ് ഔട്ട്. ഓക്കെ, സോ എന്താണ് അടുത്ത, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർ ദിസ് ബ്രാൻഡ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്ച്വലി വാട്ട് വി ഹാവ് ഇസ് ടേക്കിംഗ് ഗ്ലോബൽ. ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ വി ആർ വെരി. You already have sales outside India? We do out of country as well, but those are Indians who are settled abroad, right? Indians ആരൊക്കെയാണ് NRIs ആയിട്ട് who have settled abroad is making the purchase. We haven't started reaching out purely to foreign nationals, like proper Americans ആയിരിക്കട്ടെ, proper Europeans ആയിരിക്കട്ടെ. We haven't cracked that yet. So the next thing that we have in mind is to rebrand Adore more towards global factor. Right now it's a good, well established Indian brand. ഞാൻ South Indian brand എന്ന് പറയത്തേ ഇല്ല, because Kerala is like 8 to 10% of our total market. Correct. Right? And we are very happy that we are from Kerala bringing it up an Indian brand, but the next thing is to go global. അതാണ്. Okay, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എത്രയാണ് നിങ്ങളുടെ ഡെലിവറി ലീഡ് ടൈം? So within India anywhere we deliver within 3 to 5 days. Okay, 3 to 5 days ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം. And international orders, it takes around 7 to 14 days, depending on the country. അപ്പം ഈ ഡെലിവറി ലീഡ് ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ, സേ ഇഫ് യു ക്യാൻ ഡെലിവർ ഇൻ ലെസ് ദാൻ എ ഡേ, അത് നിങ്ങളെ സെയിൽസ് കൂട്ടാൻ സാധ്യതയല്ലേ? Definitely there is a factor there. അതിൽ നമ്മൾ ഇപ്പോൾ കാലിബർ ചെയ്യുന്ന ഓൺലി ഫാക്ടർ ഇസ് എസെൻഷ്യൽസ്. നമ്മൾ ആക്ച്വലി എസെൻഷ്യൽ സെക്ടറിൽ നമ്മൾ വർത്തില്ല. ഇറ്റ്സ് എ ഫാഷൻ ബ്രാൻഡ്. സോ നമ്മളിപ്പോൾ ടൂത്ത് പേസ്റ്റ് ഓർ ഇതുപോലത്തെ എസെൻഷ്യൽ ഫാക്ടേഴ്സിൽ ഇല്ല അറ്റ് ദിസ് പോയിന്റ്. ബട്ട് എനിവേ ഇറ്റ്സ് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഫാക്ടേഴ്സ് ലൈക്ക് ബ്ലിങ്കിറ്റ് ആയിരിക്കട്ടെ, ഗിജിനി ആയിരിക്കട്ടെ, ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട്. Correct. So we have immediate plans to start onboarding and check on few areas, at least to start off with Kochi. Correct. ഒന്ന് നല്ല രീതിയിൽ if it's moving on, then definitely yes, because that's going to be the next step is that quick delivery factor. Right? ഇപ്പോൾ ഷാൻ അറിയാലോ, ബാംഗ്ലൂരിലൊക്കെ everyone wants things within 10 minutes, 15 minutes. അതെ, ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കസ്റ്റമേഴ്സ് വിൽ പ്ലാൻ ഫോർ ഇറ്റ്. പക്ഷേ ഒരു ഈവനിങ് പാർട്ടി വരുവാണെങ്കിൽ അപ്പൊ തന്നെ, അതായത് ഇപ്പം ആ ഒരു മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടിരിക്കുക. പീപ്പിൾ നീഡ് എവറിത്തിങ് ലൈക്ക് ദിസ്. ഓക്കെ, ബ്ലിങ്ക് ഇറ്റ് കണ്ണു ചിമ്മനായിട്ട് വരട്ടെ എന്നല്ലാണ്. അപ്പം പിന്നെ വാട്ട് ഐ വാസ് തിങ്കിങ് ഇസ്, നിങ്ങൾ പറഞ്ഞല്ലോ യു വാണ്ട് ടു ഗോ ഇൻ ടു നെക്സ്റ്റ് കസ്റ്റമർ ബേസ്. പക്ഷേ വാട്ട് ഐ തിങ്ക് ഇസ്, ആസ് എ കസ്റ്റമർ യു സ്റ്റിൽ ഹാവ് ഹ്യൂജ് പൊട്ടൻഷ്യൽ ഇൻ ഇന്ത്യ ഇറ്റ് സെൽഫ്. ഇപ്പോൾ സൊമാറ്റോ എനിക്കൊന്ന് GCC പോയി, പിന്നെ US പോയി, they sold off those businesses and came back to India. To focus on India, because the Indian story is just getting started എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. അപ്പം ഈവൻ നിങ്ങൾ പറഞ്ഞു യു ഹാവ് പർച്ചേസസ് ഫ്രം ഇന്ത്യൻസ് ലിവിങ് അബ്രോഡ്. അബ്രോഡിൽ നിങ്ങൾക്ക് സാധനം കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഡെലിവറി ടൈം ലൈൻ റെഡ്യൂസസ്, ബിക്കോസ് അതും ഒരു നല്ല ഏരിയ ആയിരിക്കാം ഗ്രോത്തിന് വേണ്ടിയിട്ട്. സോ just explore that option. You already said that. പക്ഷേ instead of this blink it and this thing, because അതൊരു 1 kilometer radius കൊടുക്കും, 1 to 2 kilometers. But if you can look at putting these things in different warehouses across India or outside India, എനിക്കറിയില്ല എത്ര സ്റ്റോക്ക് വേണം എന്നൊന്നും അറിയില്ല, ബട്ട് മേ ബി യുവർ ബെസ്റ്റ് മൂവേഴ്സ്, ബെസ്റ്റ് സെല്ലേഴ്സ് മാത്രം വേറെ ഏതെങ്കിലും വെയർ ഹൗസ് കൊണ്ട്, ഇപ്പോൾ ബാംഗ്ലൂർ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു പുട്ട് ദോസ് ഇൻ ബാംഗ്ലൂർ, you can get it delivered within a day or two. So that will be customers. There are some realistic challenges, right? Say for example, നമ്മൾ ഒവ്വൊരു പ്രോഡക്റ്റും ക്വാളിറ്റി ചെക്ക് ചെയ്ത് പ്രോപ്പർ ആയിട്ടാണ് പാക്ക് ചെയ്ത് പോകുന്നത്. സോ ഇഫ് വി ഹാവ് ടു സ്റ്റോർ ഇറ്റ് ഓൺ വെയർ ഹൗസസ് ലൈക്ക് ഇൻ ബാംഗ്ലൂർ ആൻഡ് ഓൾ ദാറ്റ്, അതെല്ലാം പ്രീ പാക്ഡ് ആയിരിക്കണം, പാക്ഡ് ആയിട്ട് ക്വാളിറ്റി. സോ അതിൽ കുറേ ചെറിയ കൺസേൺസ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. സോ ഇഫ് ദ customer wants multiple products, അങ്ങനത്തെ ഒരു packaging cost and factors and all that, it's a slight bottleneck at this point. But you're right, that is that Blinkit എന്ന് പറയുന്നതാണ് future of e-commerce. Correct. Right? Downstream people who are waiting for 3 to 4 days will want things in 3 to 4 hours. Correct. That's what is going to happen in the next 4-5 years. Correct. So by then I'm sure we'll be ready. Maybe you can just try out with one SKU, one top mover SKU. അത് കറക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യുക, സെറ്റ് ആക്കുക, and just figure it out. How it goes. How it goes. And luckily, let's take Blinkit.
for Correct. that, right? അവർ ഇവിടെ കേരളത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കൊച്ചിയിലാണ്. അതെ. ആൻഡ് ദ ഹൈലൈറ്റ് ഇസ് ദേ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് കൊച്ചിയിൽ ദേ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ കലൂർ. ആൻഡ് കലൂറിൽ ദേ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ജയലൻ സ്റ്റേഡിയം നമ്മുടെ സ്ട്രെച്ചിലാണ്. So it's exactly where my office is located. അപ്പൊ ഒരു ഗുണമല്ലത് ഈ ബ്ലിങ്കിറ്റിനും ഇൻസ്റ്റാമാർട്ടിനും ഒക്കെ ഇഷ്യൂ ആണ്, they have very small warehouse area. പക്ഷെ they don't have to store it in their warehouse. They can just pick it up from yours. My place, yeah. Yeah, correct. So I think you should definitely try that. പക്ഷെ കേരളം നിങ്ങൾക്ക് വലിയൊരു മാർക്കറ്റ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്, കാരണം ആ ഒരു റേഡിയസിൽ അല്പം to start with, we can try out. It's good. But I think it will be a good collaboration if you can go ahead and push Blinkit to do it. Yeah. Right. Probably, yes. കാരണം bring Ahana on board. Make it a three-way thing. So that may work. Okay. So you may be going outside and അപ്പം how do you manage ഇപ്പം ഇത്ര സെയിൽ വേണമെങ്കിൽ ഇത്ര സ്റ്റോക്ക് അതെങ്ങനെ ഇപ്പം do you have 3x of the sale as stock? How do you do that? Okay, നമുക്ക് ബേസിക്കലി ഒരു ഫോർകാസ്റ്റ് മോഡലാണ് വർക്ക് ചെയ്യുന്നത്. Okay. ഷീ ബേസിക്കലി ഹാൻഡിൽസ് ദ ഫോർകാസ്റ്റ് പാർട്ട്. Okay. നമുക്ക് ബെസ്റ്റ് സെല്ലേഴ്സ് എല്ലാം ഒരു പർട്ടിക്കുലർ മന്തിനുള്ള സ്റ്റോക്സ് എല്ലാം നമ്മൾ പ്രൊക്യൂർ ചെയ്ത് വെക്കാറുണ്ട്. ആൻഡ് ന്യൂ സ്റ്റോക്സ് ആസ് ഓൺ വെൻ ഇറ്റ് ഗെറ്റ് സോൾഡ്. സിൻസ് ഞാൻ പറഞ്ഞ പോലെ നമ്മളെല്ലാം ബൾക്ക് മാനുഫാക്ചറേഴ്സ് ആണ്, 5 പീസ് 10 പീസ് അങ്ങനെയല്ല ചെയ്യുന്നത്. റൈറ്റ്, വെൻ വി ലോഞ്ച് എ ഡിസൈൻ വി ഹാവ് 100-150 പീസസ് ബാർ മിനിമം. അത് ബെസ്റ്റ് സെല്ലേഴ്സ് ആണെങ്കിൽ ഇറ്റ് വിൽ ഗോ ടു 2,000-3,000 പീസസ് ഓൺ വൺ ബാച്ച്, വൺ ലോട്ട്. Right, so we have a proper forecast that happens in house and she handles it efficiently. So till date namak angana oru out of stock aayittu sales miss avunna oru probability is way too less. And the other thing is namak SKU nu kandu we have 5,000 designs, right? So oru product illengilum customer has tons of options to choose. Another thing, the common feedback that we get from customers is itra designs undanengil idonu explore cheyan thanne it will take 2 to 3 hours for us to zero down on a product. So going out of stock is not a major issue. If one design is not in stock, I'm sure they'll have another 5 to 10 designs to filter from. Okay, അല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ഇത്ര സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു 3x ടൈംസ് ഇൻ വാല്യൂ, സേ ഇത്ര വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 3x ആയിരിക്കും. സേ ഇഫ് ഐ ആം ഡൂയിങ് 10 lakhs ഓഫ് സെയിൽസ് ഐ നീഡ് 30 lakhs ഓഫ് സ്റ്റോക്ക്. അങ്ങനത്തെ വല്ല ഞങ്ങൾ യൂഷ്വലി ഞങ്ങൾ മാർക്കറ്റ് മാർജിൻ വെച്ചിരിക്കുന്നത് 6 months ആണ്. Okay. So whatever, so that's what I said, we have stock in crores. We have into 6. So നമുക്ക് മിനിമം ഒരു നല്ല ഒരു into 6 ആണ്. Into 6 ആണ്. What we have is into 6. Okay, whatever your sales is into 6 ആണ് നിങ്ങളുടെ സ്റ്റോക്ക് വാല്യൂ. ഓക്കെ, സോ ഹ്യൂജ് തിങ്സ് ആണ് പിന്നെ ചെയ്യുന്നത്. നിങ്ങളെ പിന്നെ എന്താ പറയാ വെയർഹൗസ് ഫെസിലിറ്റി കണ്ടിട്ടാണ് എനിക്ക് തലകറക്കം വന്നിട്ടുണ്ട്. ബിക്കോസ് എല്ലാവരും പറയുന്നത് അതാ ടിൽ ഡേറ്റ്. ബിക്കോസ് നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ സോങ്. അതൊരു നീറ്റായിട്ട് ഒരു കംപ്ലീറ്റ് വർക്ക് ഫ്ലോ ഭയങ്കര നീറ്റായിട്ടിരിക്കണം. ഐ വാസ് വെരി പർട്ടിക്കുലർ അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് ആ ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ദ വേ ആർ ഷെൽഫ്സ് ആർ കോൺഫിഗേർഡ്, ദ വേ ആർ SKUs ആർ കോൺഫിഗേർഡ്, ദ വേ ആർ പിക്കിംഗ് പ്രോസസ് ഹാപ്പൻസ്, ക്വാളിറ്റി ചെക്ക് ഹാപ്പൻസ്, ഇറ്റ്സ് ഓൾ റിമാർക്കബിൾ. അതുകൊണ്ട് ദ റിട്ടേൺസ് ആർ ലെസ് ബിക്കോസ് ഓഫ് ദാറ്റ് ഫാക്ടർ. ആ റിട്ടേൺസ് എന്തെങ്കിലും ട്രാൻസിറ്റ് ഡാമേജ് വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന് റിട്ടേൺസ് വരത്തുള്ളൂ. ക്വാളിറ്റി ആയിട്ട് നമ്മൾ മിസ് ചെയ്തത് ഇറ്റ്സ് വെരി വെരി ലെസ്. Transit damage we cannot control because video like kanditilla there's something out of our control. But whatever is in our control, our leakage is way too less than others in the market. കറക്റ്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് പിന്നെ ഇനിയും കുറേ ചോദിക്കണമുണ്ട്, പക്ഷേ പോഡ്കാസ്റ്റിൽ ഇപ്പോൾ 2 മണിക്കൂറായി പോകും. അതായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇടിയിട്ടും സബ്സ്ക്രൈബേഴ്സിന് അടുത്ത് എന്തുവാടേ. സോ പിന്നെ അടുത്ത പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും ഇരിക്കാം. അതുവരെ ഐ തിങ്ക് വിൽ ടേക്ക് എ ബ്രേക്ക്. താങ്ക് യു. I was very happy that I could bring you guys out to the open. I expect you guys get more sales out of this. അതാണ് എനിക്ക് വേണ്ടത്. Ultimately everyone needs more revenue. But very happy that നിങ്ങൾ വന്നതിൽ. എനിക്ക് ഒരു സജഷനും കൂടി ഉള്ളത്, നിങ്ങൾ അഹാനനെയാണ് യൂസ് ചെയ്തത്. I think you could use some North influencers and make it more bigger. Agree, but then commercials are and investments and all that factors plays a role. Correct. So right now I guess we are at the right stage to start accepting investments and all that. But probably namakku next stage adayirikkum. Correct. Okay, thank you Sudhir. Thank you for coming. Thank you very much for showing up. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പ്രിയങ്ക എത്തുമെന്നുള്ളത്. It was hard to convince her.
Correct. I used all my skills. So. Thank you for giving me the confidence. ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തിരുന്നു സുധീർ, ഇത് വെച്ചെടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? ഒന്നും കാണിച്ചില്ല. നമുക്ക് കൺവിൻസിംഗ് സ്കിൽസ് തന്നെ മതി. മതി. അതാണല്ലോ നമ്മൾ ബിസിനസ് കോർ ബിസിനസ്. Correct. So guys, until another episode, thank you very much for watching.